Praise God. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. Blessed be the name of the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ സമയത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ പകലിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ വിശിഷ്ടതകൾക്കായിട്ടും എല്ലാ മാനവമഹത്വവും സർവകൃപാലുവായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ ജ്യേഷ്ഠ സഹോദരത്തിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ, പ്രിയ ആൻറ്റി, പ്രിയ ആഷ്ലിൻ, ജോബിൻ, ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. പലതവണ നിങ്ങളുടെ നടുവിൽ വന്ന് ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിട്ടുണ്ട്. വന്ന തവണകളിലെല്ലാം നിങ്ങൾ കാണിച്ച സ്നേഹാദരവുകൾക്ക് ക്രിസ്തുവിൽ നന്ദിയുള്ളവരായിരിക്കുന്ന വിശേഷാൽ ആൻസിയസിനെ കുഞ്ഞുങ്ങളെ മഹിമ റൂത്ത് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബമാണ് എന്നെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തിയത്. എല്ലാ വിശിഷ്ടതകൾക്കും കർത്താവിന് നന്ദി പറയുന്നു. ആ കണ്ണുകളൊക്കെ ദൈവസന്നിധിയിലടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് അല്പ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോട് സംസാരിക്കണമെന്ന് കൊതിയോടെ. കൃപയാ എന്നെ നടത്തിയിടണേ, അന്ത്യത്തോളം ക്രൂശിൻ വഴിയേ. കൃപയാൽ എന്നെ നടത്തിയിടണേ, അന്ത്യത്തോളം ക്രൂശിൻ വഴിയേ. എബനേസരേ എബനേസരേ, ഇതുവരെയും നിൻ കൃപയാൽ ആരാധന ആരാധന. എബനേസരേ ആരാധന. ചേർന്ന് പാടാമോ? എബനേസരേ എബനേസരേ, ഇതുവരെയും നിൻ കൃപയാൽ ആരാധന ആരാധന. എബനേസരേ ആരാധന. കരങ്ങൾ ഉയർത്തി ഒന്ന് പാടിക്കേ. എബനേസരേ എബനേസരേ, ഇതുവരെയും നിൻ കൃപയാൽ ആരാധന ആരാധന. എബനേസരേ ആരാധന. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. ചേർന്ന് പാടിക്കേ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണി. അതുകൊണ്ടൊരു കരങ്ങളും ഉയർത്തി പറഞ്ഞ്, അങ്ങനെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ ഗ്രഹം. ശബ്ദമുയർത്തി പറഞ്ഞ്, അങ്ങനെ അങ്ങനെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ. ആ സ്നേഹമോർത്തി ഇരു കരങ്ങളും ഉയർത്തി ആരാധന ആരാധന ആരാ. ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ആരാധന. ശരമന ഹൽബിയാസിയന്തരേ, ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ആരാധന ആരാധന ആരാധന. ഓ
ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവിന് ഓ ആരാധന, ആരാധന, അല്പനിമിഷങ്ങൾ ആ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഇതുവരെ കരുതിയ യവനേശ്വരന് മേലാലും നിന്റെ കരം പിടിച്ചു നടത്താമെന്ന് പറഞ്ഞ ആ നല്ല കർത്താവിന് ഇരു കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ച് അധരങ്ങൾ തുറന്ന അന്യഭാഷകളിൽ ദൈവത്തിന് ആരാധന കൊടുക്കാൻ ആത്മനിയോഗമുള്ളവർ ചേർന്ന് ദൈവത്തിന് ആരാധന കൊടുത്തു. പിതാവേ, ഇന്ന് പകല ദൈവം മഹത്വം അളവില്ലാതെ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടുന്ന ആ ദൈവിക കൃപയുടെ അളവറ്റ വ്യാപാരം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ അത് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ പെയ്തിറങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ നാവായി അടിയനെ ഇവിടെ നിർത്തണം. നിങ്ങളുടെ ശബ്ദമില്ലാതെ യാതൊന്നും അടിയന്റെ നാവിൽ നിന്ന് പുറത്തു വരരുത്. ഒരുപോലെ ഞങ്ങളോട് മിണ്ടണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ എഴുതിയ പാട്ടാണ് എബനേസരെ എബനേസരെ ഇതുവരെയും നിൻ കൃപയാൽ. ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ട് കാണും. എൻ്റെ ഒത്തിരി പാട്ടുകൾ ഞാനങ്ങനെ എൻ്റെ പാട്ട് ഒരിക്കലും ഒരു സ്റ്റേജിലും പാടാറില്ല. എന്തോ കഴിഞ്ഞ ദിവസം ആരൊക്കെയോ പറഞ്ഞു പാടണോ എബിൻ ബാസ്റ്റർ എന്ന്. എൻ്റെ പാട്ടുകളൊക്കെ അറിയപ്പെടുന്നത് കെബിയുടെയും ലോഡ്സിൻ്റെ ഒക്കെ പേരില്ല. സോ അതിനും കർത്താവിന് നന്ദി പറയുന്നു. വേഗത്തിലെടുത്ത് ബുക്ക് ഓഫ് സാമുവേൽ, 2 സാമുവേൽ ചാപ്റ്റർ 9 വേഴ്സസ് 3 and 13. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും അതിൻ്റെ 13-ാമത്തെ വാക്യവും. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും അതിൻ്റെ 13-ാമത്തെ വാക്യവും. 2 ശമൂവേൽ, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ടെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. 13-ാമത്തെ വാക്യം, ഇങ്ങനെ മെഫീബോശേത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശയിങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. അവന് 2 കാലും മുടന്തായിരുന്നു. ശ്രദ്ധിക്കണമേ, നമ്മുടെ മുൻപിൽ നേരെ ഇല്ലാത്തത് കൊണ്ടും ആമേൻ സ്തോത്രം, എനിക്ക് ഒത്തിരി നേരെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടും ആമേൻ സ്തോത്രം, ഞാനൊരു ഷോർട്ട് മെസ്സേജിലോട്ടാണ് ഇന്ന് പകലിൽ ഓടിപ്പോകുന്നത്. കർത്താവിൻ്റെ തിരുമേശയും കൂടെ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം. ഞാൻ പാസ്റ്റർ ജാനോട് പറഞ്ഞു, ചിലപ്പോൾ ഞാൻ മറ്റൊരു മെസ്സേജ് ആയിരിക്കും എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തരുന്നതെങ്കിലും ആമേൻ സമയത്തിൻ്റെ ദൗർലഭ്യമൊക്കെ ഉള്ളത് കൊണ്ടും തിരുമേശ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ടും ഈ മെസ്സേജിനെ തിരുമേശയുമായിട്ടൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അഭിഷേകത്തിന് അതിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ആമേൻ ഡയറക്റ്റ് കയറുന്ന നിലകളിൽ സമയത്തെ ക്രമീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ആമേൻ 3-ാമത്തെ വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആമേൻ 13-ാമത്തെ വാക്യം, ഇങ്ങനെ യെരൂശലേമിൽ വസിച്ചുകൊണ്ട് രാജാവിൻ്റെ മേശയെങ്കിൽ നിന്ന് ആമേൻ മെഫീബോശേത്ത് ഭക്ഷണം കഴിച്ചു പോന്നു. അവന് 2 കാലും മുടന്തായിരുന്നു. ബൈബിളൊക്കെ അടച്ചു വെച്ച് എന്നെ ശ്രദ്ധിക്കുക, ഡിസ്പ്ലേയിൽ വാക്യം ഇടുന്നത് നോക്കുക, ശ്രദ്ധയോടെ ഓടി നിങ്ങൾ വന്നാട്ടെ. നോക്കണമേ, ഒരു രാജാവിൻ്റെ കൊച്ചുമകനായി ജനിച്ച മകനായിരുന്നു മെഫീബോശേത്ത് എന്ന് പറയുന്ന മകൻ. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകനായിരുന്നു മെഫീബോശേത്ത് എന്ന് പറയുന്ന ഈ മകൻ. സർവ്വതും നഷ്ടപ്പെട്ടു പോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയി, രാജ്യം നഷ്ടപ്പെട്ടു, രാജ പദവികൾ നഷ്ടപ്പെട്ടു പോയി. രാജാവിൻ്റെ കൊച്ചുമകനായ ഈ മനുഷ്യൻ ലൊദേബാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒതുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ ദയവ് അവനെ തേടി വന്നു. ദൈവത്തിന്റെ വിശ്വസ്തത അവനെ തേടി വന്നു. അവൻ തേടി വന്ന ദൈവത്തിന്റെ ദയവ് അവന് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ സ്വർഗത്തിലെ ദൈവം അവന് മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ട അവന്റെ അവൻ സകലതിനെയും, ആ നിലത്തെ അവന്റെ പദവികളെ, അവൻ സ്തോത്രം, കൊട്ടാരത്തിൽ അവന് നഷ്ടപ്പെട്ട ആ മേശയുണ്ടല്ലോ, ആ മേശയുടെ പദവികളെ എല്ലാം സ്വർഗത്തിലെ ദൈവം അവന് മടക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂതിങ്ങനെ തുടക്കത്തിൽ കൈമാറി പോകാം. നഷ്ടങ്ങളെ തിരിച്ചു തരാൻ ദൈവത്തിന്റെ ദയവിന് കഴിയും. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടു പോയതിനെ, നിന്റെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ, നിന്റെ തലമുറകളിൽ നഷ്ടപ്പെട്ടു പോയതിനെ, എവിടെയൊക്കെയോ കർത്താവേ എനിക്ക് ലഭിക്കേണ്ടുന്ന പദവികളായിരുന്നു, എനിക്ക് വരേണ്ടുന്ന പദവികളായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഒക്കെ സ്തോത്രം പാരമ്പര്യമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കേണ്ടുന്ന പല പദവികളും ജീവിതത്തിൽ വന്നുപോയ എന്തൊക്കെയോ നിമിത്തം നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ നിങ്ങളോട് ഞാൻ ഒരു ദൂത് ഇങ്ങനെ കൈമാറുകയാണ്. നഷ്ടങ്ങളെ മടക്കി തരാൻ ദൈവത്തിന്റെ ദയവിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരു കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുക്കാൻ ആത്മനിയോഗം പ്രാപിച്ചവരുണ്ടെങ്കിൽ അവൻ കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ, എനിക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ ദൈവത്തിന്റെ ദയവിന് കഴിയും. രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോനാഥാന്റെ നിമിത്തം വേഴ്സസ് 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? നോക്കണേ, രാജപദവിയിലേക്ക് ദാവീദ് ആരൂഢനായി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ പൊന്നു ബിജ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമൊന്നും ദാവീദിനില്ല. കാര്യം ശൗലിന്റെ കുടുംബത്തെ പോലെ, ശൗലിനെ പോലെ ദാവീദിനെ ദ്രോഹിച്ച മറ്റൊരുത്തനില്ല. തക്കം കിട്ടിയാൽ കൊന്നുകളയാൻ കുന്തമുനകൾ മുറിപ്പിച്ചുകൊണ്ട് പിറകെ നടന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ, തരം കിട്ടിയാൽ തീർത്ത് കളയാൻ നടന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ രാജാവ് മരണപ്പെട്ട് കൊല്ലപ്പെട്ടതിന് ശേഷം ആ രാജ്യത്തെ രാജപദവിയിലേക്ക് സ്ഥാനാരോഹണം ചെയ്ത ദാവീദ് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്, എന്നെ ദ്രോഹിച്ച കുടുംബത്തിനകത്ത് ഏതെങ്കിലും ഒരു അന്തരി ഇനി ബാക്കിയുണ്ടോ എന്ന്. ഞാൻ യോനാഥാന്റെ നിമിത്തം ഒന്ന് ദയ കാണിക്കാൻ. പുതിയൊരു രാജാവ് രാജപദവിയിലേക്ക് വന്നാൽ പഴയ രാജപരമ്പരയിലെ സകല ആന്തരികളെയും കൊന്നുകളയാനാണ് സാധ്യതകൾ കൂടുതൽ. ചരിത്രമൊക്കെ പഠിച്ചാൽ അങ്ങനെ തന്നെയാണ് പുതിയൊരു രാജാവ് ചെയ്യുന്നത്. കാര്യം ആ രാജ്യത്തിന്റെ രാജപദവികൾ ചോദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും തനിക്കെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, ഉയർന്നു വരാൻ പാടില്ല. അതുകൊണ്ട് കൊന്നുകളയാനാണ് സാധ്യത. അവിടെയാ വ്യത്യസ്തനാക്കുന്നത് ദാവീദിനെ. എന്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് സിസ്റ്ററെ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നൊക്കെ പറയാൻ ഒരു പക്ഷെ ദാവീദിനെ അർഹനാക്കിയ വൺ ഓഫ് ദ ക്വാളിറ്റീസ്, പല ഗുണങ്ങളിൽ ഒന്ന് ഇതുകൂടായിരിക്കാം. എന്നെ വളരെ അധികം ചിന്തിപ്പിച്ച ദാവീദിന്റെ മറ്റൊരു ഗുണമുണ്ട് കേട്ടോ. ശൗല് കൊല്ലപ്പെട്ടെന്നറിഞ്ഞപ്പോഴേ തന്നെ ദ്രോഹിച്ച, തന്നെ ദോഷിച്ച, തന്നെ കൊന്നുകളയാൻ നടന്ന ശൗല് കൊല്ലപ്പെട്ടെന്നുള്ള വാർത്ത അറിഞ്ഞപ്പം ദാവീദ് ഫേസ്ബുക്കിൽ അവന്റെ പതനം പോസ്റ്റ് ചെയ്തെന്നല്ല പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നേ. വസ്ത്രം വലിച്ചു കീറി നിലത്ത് വീണ് നിലവിളിച്ച് ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ദൈവമക്കളെ, ദ്രോഹിച്ചവന്റെ പതനം കണ്ടിട്ടും ദ്രോഹിച്ചവൻ വീണുപോയത് കണ്ടിട്ടും കരയുന്നൊരു ഭക്തനായിരുന്നു ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. എത്ര പേർക്ക് സഭയ്ക്കകത്ത് ഈ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകലിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാ, നിന്നെ ദ്വേഷിക്കുന്നവരോടും ക്ഷമിക്കാൻ കാണിക്കുന്ന മാതൃകയാ മക്കളെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നിന്നെ പകയ്ക്കുന്നവരോട് പോലും ക്ഷമിക്കാൻ കാണിക്കുന്ന മാതൃകയാ ദൈവത്തിന്റെ സ്നേഹം. ഞാൻ യോനാഥാന്റെ നിമിത്തം, അപ്പൊ അവിടെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. യോനാഥാന്റെ നിമിത്തം, ഓക്കെ, ഞാൻ യോനാഥാന്റെ നിമിത്തം, to show him kindness for Jonathan's sake. യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട്. യോനാഥാനും ദാവീദും തമ്മിൽ പ്രാണസ്നേഹിതരായിരുന്നു. ഒരിക്കൽ നിങ്ങൾ എടുക്കണ്ട, എന്നെ ശ്രദ്ധിച്ചു. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 19 വേഴ്സസ് 1 ശമൂവേലിന്റെ പുസ്തകം 19-ാം അധ്യായം, ആമേൻ, അതിനകത്ത് 1 ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന് 14-ാമത്തെ വാക്യത്തിൽ, 1 ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ യോനാഥാൻ ഒരിക്കൽ ദാവീദിനോട് പറയും, ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നുവെങ്കിൽ
ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല, എൻ്റെ ഗൃഹത്തോടും നിന്റെ ദയ എന്ത് ചെയ്യരുത്, അറ്റുപോകരുത്. ആമേൻ. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടഴിയാതെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയും കാലത്തും എന്ത് ചെയ്യരുത്, അറ്റുപോകരുത്. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗൃഹത്തോട് സഖ്യം ചെയ്തു. യോനാഥാൻ തൻ്റെ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കുകയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. പിന്നെ നോക്ക്, ഒരൊടമ്പടി ചെയ്യിക്കുകയാണ് യോനാഥാൻ. ചങ്ക് കൊടുത്ത് സ്നേഹിച്ച യോനാഥാൻ പറയുക, പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച യോനാഥാൻ പറയുക, എടാ ഞാൻ മരിച്ചു പോയാലും എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഗൃഹത്തോട്, എൻ്റെ തലമുറകളോട് നിന്റെ ദയ എന്ത് ചെയ്യരുത്, അറ്റുപോവരുത്. ആമേൻ. പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച യോനാഥാൻ ഒരു സഖ്യത ചെയ്തു. യോനാഥാനും ദാവീദും തമ്മിൽ ഇത്ര കണ്ട് സ്നേഹബന്ധമായിരുന്നു, ഇത്ര കണ്ട് സ്നേഹമായിരുന്നു. യോനാഥാന്റെയും ദാവീദിന്റെയും പരസ്പരമുള്ള സ്നേഹം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമുക്ക് പലപ്പോഴും ഉപമിക്കാൻ കഴിയും. എങ്ങനെ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ച്? ഒന്നാമത്തെ യോനാഥാന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹമായിരുന്നു. എന്നതായിരുന്നു? പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം. ലവ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. സ്നേഹം പ്രദർശിപ്പിക്കണം. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്തിട്ട് മുഖത്തോട്ട് നോക്കി ഒന്ന് സ്നേഹത്തോടെ ചിരിച്ചോണ്ടൊന്ന് പറഞ്ഞ് സ്നേഹം പ്രദർശിപ്പിക്കണമെന്നൊന്ന് പറഞ്ഞ്. അയ്യോ, ചിലർക്കൊരു എൻ്റെ പിന്നിച്ചായ ഒന്ന് കൈയൊക്കെ കൊടുത്തിട്ട് പറയുന്നേ, സ്നേഹം എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം. ചിലര് പറയുന്നേ, എനിക്ക് ഭയങ്കര സ്നേഹ പാസ്റ്ററെ അവളോട്, കുന്നോളം സ്നേഹമാണ്, പക്ഷെ പ്രദർശിപ്പിക്കാൻ അറിയത്തില്ല. ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത അച്ചായന്മാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യോ, ആരും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. യാ, ഓക്കെ. കുന്നോളം സ്നേഹം ഉണ്ടെന്നാ ചിലർ പറയുന്നത്. പക്ഷെ ചിലർക്ക് പ്രദർശിപ്പിക്കാൻ, നല്ലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് ഭാര്യ വരുമ്പം നാട്ടുകാരല്ല പറയണ്ടോ കൊള്ളാവുന്ന, ആദ്യം അച്ചായൻ പറയണം, എടി കൊള്ളാടി കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടോ. ആദ്യമൊക്കെ പറഞ്ഞാണ്. എൻ്റെ ജോബിനെ കേൾക്കുന്നുണ്ടോ മക്കളെ? യാ, ഹല്ലേലൂയ. അവസാനം വരെ ഇത് പറയാൻ കഴിയണം. നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ കൊള്ളത്തില്ലേലും പറയണേ ഇത് സൂപ്പറാന്ന് പറയണേ. എന്നാ സന്തോഷമായിരിക്കും എന്നറിയോ. പിന്നെ ആ കറി സഹിക്കേണ്ടി വരും എന്നുള്ളതാ സത്യം. എന്നാലും സാരമില്ല എൻ്റെ അച്ഛ. ഹല്ലേലൂയ. നോക്കണേ, ലവ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. സ്നേഹം പ്രദർശിപ്പിക്കണം. ഇന്ന് ആമേൻ, ഈ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം കുറവാകുന്നതാണ് കുടുംബജീവിതങ്ങളിലെ പരാജയം സംഭവിക്കുന്നത്. കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട്, മക്കളെ കേൾക്കുന്നുണ്ടോടാ മക്കളെ? ആമേൻ. പരസ്പരം എന്ത് ചെയ്യണം? സിബ്ലിങ്സിനോട് യുവർ ലവ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. സ്നേഹത്തെ പരസ്പരം എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കണം. എങ്ങനെ ഈ ദാവീദിനോട് യോനാഥാന്റെ സ്നേഹം പ്രദർശിപ്പിച്ചെന്നറിയാമോ? ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എല്ലാം പറയാൻ നേരമില്ല, ഓടി അങ്ങോട്ട് പോവുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി, അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ഊരി ദാവീദിന് കൊടുത്തു. തനിക്കുണ്ടായിരുന്ന രാജകുമാരന്റെ പദവിയിൽ തനിക്കുണ്ടായിരുന്ന വാള്, മേലങ്കി, അരക്കച്ച, വസ്ത്രം, വാള്, വില്ല്, ഇതെല്ലാം കൂടെ ദാവീദിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഇതിരിക്കട്ടെന്ന് പറഞ്ഞു. പ്രദർശിപ്പിച്ചു. എന്തെങ്കിലുമൊക്കെ കൊടുത്തും സ്നേഹിക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കൊടുത്തും സ്നേഹിക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, തനിക്കുണ്ടായിരുന്ന സകലതും യോനാഥാൻ ദാവീദിന്റെ മുൻപിലേക്ക് വെച്ച് നീട്ടി പ്രദർശിപ്പിച്ച് എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതേപോലെ തന്നെ എൻ്റെ വെച്ചാ ഈ 17-ാം അധ്യായം പഠിച്ചാൽ അപ്പന് ഊരി എല്ലാം കൊടുത്തായിരുന്നു അല്ലേ? പടച്ചട്ട ഊരി ആമേൻ ശൗലും കൊടുത്തായിരുന്നു. അപ്പോൾ ദാവീദ് പറഞ്ഞു, എൻ്റെ പൊന്നച്ച എനിക്കിത് പാകമാകുകയല്ല, അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു. ഞാനപ്പോൾ ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവ്, കുറച്ച് വാക്യം താഴോട്ട് വരുമ്പോഴത്തേക്കിന് മോൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം സ്വീകരിച്ചു, അപ്പൻ്റെ കയ്യിൽ നിന്നൊന്നും സ്വീകരിച്ചതുമില്ല. എൻ്റെ കൂടെ വരുന്നുണ്ട് നിങ്ങൾ? ചിലരുടെ കയ്യിൽ നിന്നേ സ്വീകരിക്കാവൂ കേട്ടോ. ഓക്കെ, ഞാൻ വിശദീകരിക്കാവേ. അപ്പം ഞാനൊരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതന്നെ ഇങ്ങനൊരു വിരോധാഭാസം ഇതിനകത്തു. തമ്പുരാനോട് പറഞ്ഞ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട് അതിന്റെ വിരോധാഭാസം. 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാന്നറിയാമോ? അവൻ ശൗലിനോട് സംസാരിച്ച്
തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോടങ്ങ് പറ്റിച്ചേർന്നു. അപ്പം സിമ്പിളാ, മനവും പറ്റിയവനെ പ്രദർശിപ്പിച്ച് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കൂടണ്ടോ നിങ്ങള്? മനവും പറ്റിയവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാവും? വല്ലതൊക്കെ സ്വീകരിക്കാവും. ഇല്ല, എൻ്റെ പൊന്നാൻറ്റിയെ ചാവുന്നവരെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കൊടുത്ത 50 പൗണ്ടും കൊണ്ടാ അവൻ ഈ UK എൻ്റെ പൊന്നെ ആ 50 പൗണ്ടിൻ്റെ അത് 50,000 തിരിച്ചു കൊടുത്താലെങ്കിലും ഒന്ന് വായടച്ചിരിക്കുക. ഇല്ല, ചിലർ ചെയ്യുകയില്ല. അപ്പൊ നോക്കണേ, മനസ്സും പ്രദർശിപ്പിച്ച് പറ്റിച്ചേർന്ന് സ്നേഹിക്കണം. ഒന്ന് കൈയൊക്കെ കൊടുത്താൽ ചൊവ്വനെ കൊടുക്കണം. എൻ്റെ കൂടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നാളെ കൈ കൊടുക്കാൻ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. ജെയ്സൺ മക്കള് പ്രഭാതത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിച്ചോണം കേട്ടോ. നാളെ പ്രഭാതം നമുക്കുള്ളതല്ല, അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. പ്രദർശിപ്പിക്കപ്പെട്ട് സ്നേഹിക്കണം. പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ദൈവസഭയ്ക്ക് കഴിയണം. ഞാൻ പറയട്ടെ, പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹത്തിന്റെ ആഴം എവിടെ കണ്ടേന്നറിയാമോ? 2026 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോഥ മലയുടെ മുകളിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഭൂമിക്ക് മീതെ സ്തോത്രം ആകാശത്തിന്റെ കീഴെ പച്ച പൈൻമര കുരിശിനകത്ത് 3 ആണിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു കാട്ടിയ പിതാവാം ദൈവത്തിന്റെ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹത്തിന്റെ ആൾ രൂപമായിരുന്നു ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ രൂപം. ഇന്ന് പകലിലും ആ രൂപം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ സഹോദരനെ നോക്കി, നിന്റെ ഭാര്യയെ നോക്കി, നിന്റെ മക്കളെ നോക്കി, നിന്നെ പകയ്ക്കുന്നവരെയും നോക്കി മനം തുറന്ന് സ്നേഹിക്കാൻ കഴിയും. ലവ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. സ്നേഹം പ്രദർശിപ്പിക്കണം. ഒന്ന്, പ്രദർശിപ്പിക്കപ്പെട്ട യോനാഥാന്റെ സ്നേഹം. രണ്ടാമത്തെ പ്രത്യേകത എന്നറിയാമോ? സാമുവേൽ ചാപ്റ്റർ 19 അതിന്റെ 2-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. 4-ാമത്തെ വാക്യം. യോനാഥാൻ ശൗലിനോട് പറയാ, എന്റെ പൊന്നപ്പ, അവനോട് ദോഷമൊന്നും ചെയ്യല്ലേ. അവൻ നിന്നോട് ദോഷമൊന്നും ചെയ്തിട്ടില്ല. അവന്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണമായി തീർന്നിട്ടേ ഉള്ളൂ. നോക്കണേ, രണ്ടാമത്തെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ദാവീദിനു വേണ്ടി മധ്യസ്ഥത ചെയ്ത സ്നേഹമായിരുന്നു ഈ സ്നേഹം. ഇന്റർസീഡിങ് ലവ്, മധ്യസ്ഥത ചെയ്ത സ്നേഹം. അപ്പൻ കൊല്ലാൻ നടക്കുമ്പോൾ മോൻ ഇടയിലോട്ട് കയറിയിട്ട് പറയും, എൻ്റെ പൊന്നപ്പ ചെയ്യല്ലേ അപ്പ. ഇന്നും കാണാൻ പറ്റും ബീച്ച ആ സ്നേഹം പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത്. നീ അങ്ങ് ഒത്തിരി നന്നായിട്ടൊന്നും അല്ല കേട്ടോ. ഇവിടെ ദാവീദ് ദോഷം ചെയ്തിട്ടില്ലെന്നെങ്കിലും പറയാം. നമ്മളങ്ങ് നല്ലപോലെ നടന്നിട്ടൊന്നും അല്ല കേട്ടോ. ദോഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ടും ഉണ്ടല്ലോ, അപ്പം കോടാലിക്ക് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്ക് കയറിയിട്ട് മോൻ പറയുക, വേണ്ടപ്പാ ഞാൻ ഒന്നുകൂടെ പോയി കളയ്ക്കാം. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഒന്നുകൂടെ പോയി വളവിടാം, ഞാൻ ഒന്നുകൂടെ പോയി നനയ്ക്കാം, ഞാൻ ഒന്നുകൂടെ പോയി ഒന്ന് പരിപാലിക്കാം, ഒരാണ്ടൂടെ നോക്കാപ്പാ, ഒരാണ്ടൂടെ ഒന്ന് നോക്കാം. ഇന്ന് കസേരക്കത്തിരുന്നേ മൊപ്പോട്ടും താപ്പോട്ടും ശ്വാസം വിടുന്നതിന്റെ കാര്യം എന്നറിയാമോ? മധ്യസ്ഥത ചെയ്ത ഒരു സ്നേഹം നമുക്ക് വേണ്ടി ഉയരത്തിലുള്ളത് കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആ സ്നേഹത്തിനൊന്ന് നന്ദി പറയാൻ, ആത്മനിയോഗം പ്രാപിച്ചവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് ആരാധന കൊടുക്കുക. ഇന്നും ആ സ്നേഹം നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തതുകൊണ്ട്. ആ സ്നേഹത്തിന്റെ പ്രത്യേകത ഇന്റർസീഡിങ് ലവ്, മധ്യസ്ഥത ചെയ്ത സ്നേഹം. ചില പിള്ളേരൊക്കെ അപ്പനടിക്കാൻ വരുമ്പോഴത്തേക്കിന് അമ്മ ഇടയ്ക്ക് കയറി പിടിക്കുന്നത് പോലെ മധ്യസ്ഥത ചെയ്ത യോനാഥാന്റെ സ്നേഹം. ഈ സ്നേഹത്തിന്റെ അടുത്ത പ്രത്യേകത എന്നറിയാമോ? ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കെഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ അറിയിക്കാതിരിക്കുവോ? അയ്യോ, എന്നെ ആഴമെന്നറിയാമോ? നേരമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൊട്ടങ്ങ് പോന്നേ. യോനാഥാൻ പറയാ, ദാവീദേ, എൻ്റെ അപ്പന്റെ ഹൃദയത്തിൽ നിനക്കെതിരെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായ ഞാൻ ഉടനെ വന്ന് നിന്നെ അറിയിക്കാം. മൂന്നാമത്തെ ആ സ്നേഹത്തിന്റെ പ്രത്യേകത, ആപത്ത് വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കാമെന്ന് പറഞ്ഞ സ്നേഹം.
ഇന്നും കാണാം ആൻറ്റി ആ സ്നേഹം. പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ പല ശുശ്രൂഷകന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിന്റെ സഭയിലെ പാസ്റ്റർ ത്രൂ ഒക്കെ ദൂത് പറയുമ്പോഴേ ഓർത്തോണം, ആപത്ത് വരുന്നത് മുൻകൂട്ടി അറിയിച്ച് ഒന്നുകൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ, കുറ്റമറ്റ മനസാക്ഷിയിൽ ജീവിപ്പാൻ എന്തെങ്കിലും നിർണയിച്ചിരിക്കുന്നെങ്കിൽ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ ആപത്തിലെ സ്നേഹം. നാലാമത്തെ പ്രത്യേകത നിങ്ങൾ കണ്ടോണേ. ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 23 വേഴ്സസ് 14. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ച് സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഈ കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. നോക്കണേ, കൊന്നുകളയാൻ വേണ്ടി, ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശൗല് അവൻ കുന്തവുമായി സീഫ് മലനാട്ടിലെ മരുഭൂമിയിൽ മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത വാക്ക് നിങ്ങൾ കേട്ടോ, ആ പദം ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും but God delivered him not into his hand. അവന്റെ കരത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ലെന്ന്. എങ്കിലും നോക്കണേ, ശൗലേ, നിനക്ക് കണ്ണില്ലാഞ്ഞിട്ടല്ലടാ. ദാവീദേ, ശൗലിന്റെ പടയാളികൾക്ക് കണ്ണില്ലാഞ്ഞിട്ടല്ല, അവൻ ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, അവൻ ആയുധബലമില്ലാഞ്ഞിട്ടല്ല, സകല യുദ്ധ സന്നാഹങ്ങളുമായി, സകല സൈന്യബലത്തിന്റെ സന്നാഹങ്ങളുമായി ദാവീദിനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ, എങ്കിലും തന്റെ ഭക്തനായ ദാവീദിനെ ശത്രുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം കരുതിയൊരു ദൈവം. അതിന്റെ അർത്ഥം നിന്നെ തേടി പലതവണ കുന്തമുനയുമായി, നിന്നെ തേടി പലതവണ തകർത്ത് കളയാൻ പൈശാചിക പദ്ധതികൾ തിരഞ്ഞു വന്നപ്പെടും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, തിരഞ്ഞു വന്നപ്പെടും. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്റെ ഭക്തനെ ഞാൻ പരിപാലിച്ചു. എത്ര പേർ ആ ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്റെ ഭക്തനെ ഞാൻ പരിപാലിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് അല്പനിമിഷങ്ങൾ ആ ദൈവത്തിന്റെ ആരാധന കൊടുത്തിട്ട് പറ, എന്നെ പരിപാലിച്ചൊരു ദൈവമുണ്ട്, എന്നെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തിരഞ്ഞു വന്ന് പിന്തുടർന്നു വന്ന ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കാതെ, തേടി വന്ന പലതിനും നമ്മെ വലിച്ചെറിഞ്ഞു കൊടുക്കാതെ. ഹല്ലേലൂയ. ഫറവോന്യ അധികാരങ്ങളും സൈന്യവും മിസ്രയീമിന്റെ സകല രാജരഥങ്ങളും വിശേഷപ്പെട്ട തേരാളികളും ഇസ്രായേലിനെ പിന്തുടർന്നു വന്നിട്ടും സ്വർഗത്തിലെ ദൈവം അവരുടെ കയ്യിൽ ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ. അതിൻ്റെ അർത്ഥം പിതാവേ, മാതാവേ, ബ്രദർ, സിസ്റ്റർ, നിന്നെ തിരഞ്ഞ് പിശാച് വരാഞ്ഞിട്ടല്ല, നിന്നെ തിരഞ്ഞ് ശത്രു വരാഞ്ഞിട്ടല്ല, വന്നതിൻ്റെ നടുവിലും ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ. ഇന്നലെ 25-ാം തീയതി ആയിരുന്നു നിങ്ങളുടെ പാസ്റ്റർ വീട്ടിലേക്ക് മടങ്ങി വന്ന ഹോസ്പിറ്റലിൽ നിന്ന്. കഴിഞ്ഞ പകലിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് വീട്ടിലിരുന്ന് കുറേ അധികം നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ശക്തമായി ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് തേടി വന്ന ശത്രുവിൻ്റെ പദ്ധതികൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം പരിപാലിച്ചെങ്കിൽ കരമുയർത്തി ദൈവത്തിനൊന്ന് നന്ദി കൊടുത്തിട്ട് പറ, എന്നെ വിട്ടുകൊടുക്കാത്ത ദൈവം, ശത്രുവിൻ്റെ കരങ്ങളിൽ എന്നെ വിട്ടുകൊടുക്കാത്ത ദൈവം. ശ്രദ്ധിച്ചേ, അടുത്ത വാക്ക് നിങ്ങൾ കണ്ടോണേ. ഒരു പദം ഒന്ന് പറയാനാ ഞാൻ ഓടി വരുന്നേ. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിൽ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. അപ്പൊ നാലാമത്തെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, നാലാമത്തെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, നിരാശയിൽ ഈ സ്നേഹം ധൈര്യപ്പെടുത്തും. നോക്ക്, കേട്ടെ, ഈ യോനാഥാൻ പുറപ്പെട്ട് ദാവീദിന്റെ അടുക്ക ചെന്നു. അതെന്നാ വാക്യം എഴുതി വെച്ചേക്കുന്നത്? ശൗല് തേടിയിട്ട് കണ്ടില്ല, പക്ഷെ യോനാഥാൻ ചെന്നപ്പോ കണ്ട്. നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാനീ പറയുന്നത്? ശൗലും അവന്റെ ആളുകളും സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ മുഴുവൻ തെരഞ്ഞിട്ടും ദാവീദിനെ കിട്ടിയില്ല. പക്ഷെ യോനാഥാൻ കൃത്യമായിട്ട് ദാവീദിന്റെ അടുക്ക വന്നു. ഇതെങ്ങനെ വരുന്നേ?
എന്റെ ചിന്തയിൽ പാസ്റ്റർ ശൗല് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരമൊക്കെ ദാവീദിനറിയാം. അതുകൊണ്ട് പലയിടങ്ങളിൽ ദാവീദ് ഒളിച്ചിരുന്ന് കാണും. പലയിടങ്ങളിൽ, പല ഭാഗങ്ങളിൽ, മരപ്പൊത്തിനകത്ത്, ഗുഹയ്ക്കകത്ത്, പാറയുടെ വിള്ളലുകളുടെ അകത്ത്, സ്തോത്രം, ഏതെങ്കിലുമൊക്കെ മലഞ്ചെരുവിൽ, ഏതെങ്കിലുമൊക്കെ കുറ്റിക്കാട്ടിനകത്ത്, പലയിടങ്ങളിൽ ദാവീദ് മാറി മാറി ഒളിച്ചിരുന്ന് കാണും. എന്നിട്ട് പോലും ഈവൻ ദോ ഹി ചേഞ്ച് ലൊക്കേഷൻസ്, പലതവണ മാറി മാറി ഇരുന്നിട്ടും യോനാഥാൻ കൃത്യമായിട്ട് ദാവീദിന്റെ അടുക്ക വന്നു. എന്നെ പൊന്നു പാസ്റ്റർ, ഞാനിവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയാൻ അന്ന് ഫോണൊന്നുമില്ല കേട്ടോ. ഉണ്ടോ അശ്ലിനെ? ഞാൻ ഈ കുറ്റിക്കാട്ടിൻ്റെ ഇപ്പുറത്തുണ്ടച്ച ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയാനായിട്ട് ഗൂഗിൾ മാപ്പ് വന്ന് ഇല്ല. പക്ഷെ കൃത്യമായിട്ട് യോനാഥാൻ ദാവീദിന്റെ അടുക്ക വന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഈ ചോദ്യം കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മോനെ ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ? മനവും പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഏത് നിരാശയുടെ നടുവിലും നീ ചെന്നെത്തും. വഴി അറിയത്തില്ലെങ്കിലും, എവിടാണെന്നറിയത്തില്ലെങ്കിലും, മനസ്സും പറ്റിയാണോ സ്നേഹിക്കുന്നത്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ അവനെ തേടി ചെല്ലും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മനസ്സും പറ്റി സ്നേഹിക്കുന്നവരെ കണ്ടാൽ അറിയാച്ച അവർ നിരാശയിൽ വരും, ധൈര്യപ്പെടുത്തും. നമുക്കെല്ലാവരുടെയും വീടറിയാമല്ലോ. നമ്മൾ പോവാറുണ്ടോ? എവിടാ? ഞായറാഴ്ച എന്നെ കാണുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക്. എൻ്റെ പൊന്നു ബ്രദറെ, നമുക്കെല്ലാവരുടെയും പോട്ടെ, നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിനകത്ത് പ്രയർ റിക്വസ്റ്റൊക്കെ വരാറില്ലയോ? ചാറപറ വരാറില്ലയോ? അമ്മണിയമ്മ സുഖമില്ലാതെ കിടക്കുക, പ്രാർത്ഥിക്കണം. നമ്മൾ വിളിക്കാറുണ്ടോ അവരെ? വിളിക്കുന്നവരൊന്ന് കര ഉയർത്തെ, എന്തെങ്കിലും ഒരു വിഷയമുണ്ട്. എൻ്റെ മോനെ ലിബിൻ എന്ത് എൻ്റെ അച്ഛ ആരുമില്ല, ഒരാളെ കൈ പൊക്കിയിട്ടുള്ളൂ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നമ്മുടെ കൊച്ച പേടിക്കണ്ട, കൂടെ ഉണ്ടോ നിങ്ങൾ? നമ്മൾ പിന്നെ എൻ്റെ പൊന്നു ബ്രദറെ ഇമോജിയുടെ മിടുക്കരാ. വിസം പാസ്റ്റർ മെസ്സേജ് ഇട്ടു, ബ്രദർ സുഖമില്ലാതിരിക്കുന്നു, പ്രാർത്ഥിക്കണം. എൻ്റെ വെച്ചാൽ ആദ്യം ഇമോജി ഇടുന്നവനെ നോക്കി വെച്ചോണം, അവൻ ഫുൾ ടൈം ഇതിനകത്താ. ചിലരുണ്ട് ആദ്യം ചാടി കയറി ലൈക്ക് അടിക്കാതിരിക്കുന്നവന്മാരുണ്ട്. അവരെ ഓർത്തോണം, നോട്ട് ചെയ്ത് വെച്ചോണം, ഇവരെല്ലാം ഇതിനകത്തുള്ള. എന്നാൽ ഇവിടെ ഇട്ടു, തിരക്കായിരുന്നു, പ്രേയിങ്, ഒരു മെസ്സേജ് ഇട്ടു, സാരമില്ല, പ്രാർത്ഥിച്ചായിരുന്നു. ഹലോ, ചുമ്മാ ഒന്നും എടുത്ത് കയറി ഇടരുത് കേട്ടോ. ഇതിനൂടെ ചേർത്തായിരിക്കും അന്ന് കണക്ക് പറയേണ്ടത്. എല്ലാത്തിനൊക്കെ കണക്ക് പറയണമെന്ന് എൻ്റെ ദൈവമേ. ഇമോജിയൊക്കെ ഇടുന്നതിന്റെ കൂട്ടത്തിൽ ജോലിയിലായിരിക്കാം, പക്ഷെ ഒരു വാക്ക്, കർത്താവേ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണം. വീട്ടിലോട്ടൊക്കെ വരുമ്പോഴേ തിരിച്ചു വന്നിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു ബ്രദറെ, സിസ്റ്റർ, ഇപ്പൊ ഓക്കെ ആണോ? വിളിച്ചു ചോദിക്കാൻ ഒരു മനസ്സ് വേണം. ഈ പ്രാഗൽഭ്യത്തോടെ വേണം ഇതിലേക്ക് അടുത്തു വരാൻ. മനസ്സും എന്ത് ചെയ്യണം? പറ്റിച്ചേർന്ന് സ്നേഹിക്കണം. വിശദീകരിച്ച് പോണില്ല, നേരെ ഓടുന്നു. ഇങ്ങനെ സ്നേഹിച്ച യോനാഥാന്റെ സ്നേഹത്തെ ദാവീദ് മറന്നില്ല. ദാവീദ് മറന്നില്ല. ദാവീദ് ചോദിക്കുക, 2 സാമുവൽ chapter 9 verses 1, ഞാൻ ഈ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴേ ഒരു പക്ഷേ ഈ ലദേബാറിൽ അമ്മിയേലിൻ്റെ മകനാകുന്ന മഖീറിൻ്റെ വീട്ടിൽ പാർക്കുന്ന 2 കാലം മടന്തിപ്പോകുന്ന മെഫീബോഷത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് ചിന്തിച്ച് കാണും, ആൻസി സിസ്റ്ററെ, എന്നെ ഇനി ഓർമ്മപ്പെടുത്താൻ ആരാ കൊട്ടാരത്തിലുള്ള? കാര്യം എൻ്റെ അപ്പം മരിച്ചു, എൻ്റെ വല്യപ്പൻ മരിച്ചു, എൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്ത് ചെയ്തു? യുദ്ധത്തിൽ മരണപ്പെട്ടു. എല്ലാവരും എന്നെ മറന്നു കാണും, എല്ലാവരും എന്നെ മറന്നു കാണും. കാര്യം 5-ാമത്തെ വയസ്സിൽ ഈ മകൻ വീണ് കാലൊടിഞ്ഞു പോയതാ, മടന്തനായി പോയതാ, എല്ലാവരും മറന്നു കാണും. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ പോലും എന്നെ ഓർക്കുന്നവർ പോലും ആ കൊട്ടാരത്തിൽ കാണത്തില്ല. പക്ഷെ അശ്ലിനെ സീബ എന്ന് പറയുന്ന ഒരു ഭൃത്യൻ, ശൗലിന്റെ ഭൃത്യൻ, രാജാവിന്റെ അടുക്ക് വന്നിട്ട് പറയും, ഉണ്ട് രാജാവേ,
രണ്ടു കാലം മുടന്തിപ്പോയ യോനാഥാന്റെ ഒരു മകൻ മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരുവൻ അവിടെ ഉണ്ടെന്ന് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് ബീച്ച. ആമേൻ. എൻ്റെ മെഫീബോശത്തെ, നിന്നെ പരിചയപ്പെടുത്താൻ ഞാനൊരു സീബയാക്കിയിട്ടുണ്ടടാ. ആമേൻ. അച്ഛാ, നമുക്ക് വേണ്ടി ചിലരെ കരുതിയിട്ടുണ്ട്. കൂടെ നിനക്ക് വേണ്ടി. ഇനി നിന്നെ പരിചയപ്പെടുത്താൻ ആരുമില്ലെന്ന് പറയുന്ന അതേ ഇടത്ത് ഇനി നമുക്ക് വേണ്ടി വരാൻ ഒരു ഡോക്ടറും ഇല്ലെന്ന് പറയുന്ന അതേ ഇടത്ത് നമുക്ക് വേണ്ടി ചില സീബമാരെ, നിനക്ക് വേണ്ടി ചില സീബമാരെ, നിന്റെ ഓഫീസിൽ, നിന്റെ ഹോസ്പിറ്റലിൽ, നീ പ്രതിസന്ധിയോടെ നിൽക്കുന്ന മുടന്തിപ്പോയ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിനക്ക് വേണ്ടി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ. നിനക്ക് വേണ്ടി കരുതാൻ, നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ചില സീബമാരെ ദൈവം കരുതിയിട്ടുണ്ട്. God has preserved somebody for us. ചിലരെ. മൂന്നാമത്തെ വാക്യം എന്നിട്ട്, നിങ്ങളെല്ലാം നേരത്തെ പോകണോ? നിങ്ങൾക്ക് സമയത്ത് വന്നില്ലെങ്കിലും നമുക്ക് സമയത്ത് പോകണമല്ലോ. ഓടിവാ. ഞാൻ ബുധനാഴ്ച ഇറങ്ങിയതാ. എന്ത് ആ കൊച്ചിനെയും കൊണ്ട് കേട്ടോ. ബുധനാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇന്നലെ ഇവിടെ വന്നു. സാരമില്ല, വാ. ഇച്ചിരി സമയം പോയാലും നിങ്ങൾ ഓക്കെ, മഹിമയിലും കൂടെ ഉണ്ടല്ലോ. വാ മക്കളെ. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കേ, ആ ചോദ്യത്തിനൊരു മാറ്റം ഉണ്ടായി അല്ലേ? ശ്രദ്ധിച്ചില്ല നിങ്ങൾ? സാജനെ കേട്ടോ? ചോദ്യത്തിനൊരു മാറ്റം ഉണ്ടായി. ഒന്നാമത്തെ വാക്യത്തിലെ ചോദ്യം യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു. മൂന്നാമത്തെ വാക്യം എത്തിയപ്പോൾ സ്ലൈഡ് ചേഞ്ച്, ഒരു വ്യത്യാസം. ആ ചോദ്യത്തിനൊരു മാറ്റം വന്നു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. പുണ്യാർത്താവേ, ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിച്ചിട്ട് മൂന്നാമത്തെ വാക്യം എത്തിയപ്പോഴെന്തിനാ ഇങ്ങനെ ചോദിച്ച്? ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. എൻ്റെ ദാവീദിനൊരു കാര്യം മനസ്സിലായി. യോനാഥാന്റെ നിമിത്തമുള്ള ദയൊക്കെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിൽ നിന്ന് പുറപ്പെടേണ്ടുന്ന ദയ അത് ദൈവത്തിന്റെ ദയവായിരിക്കണം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തൊരു ദയവ്, രാവിലെ തോറും പുതുതായി വരുന്ന ദയവ്. അപ്പന്റെ പേരിൽ കിട്ടുന്ന ദയവല്ല മക്കളെ നമ്മളിൽ വെളിപ്പെടേണ്ടത്. അപ്പൻ പാസ്റ്റർ ആയതിന് കൊണ്ട് അതിന്റെ പേരിൽ കിട്ടുന്ന ദയവല്ല നമ്മുടെ പേരിൽ വെളിപ്പെടേണ്ടുന്നത്. നമ്മുടെ മേൽ വെളിപ്പെടേണ്ടുന്ന ദയവ് ദൈവത്തിന്റെ ദയവ് വെളിപ്പെടണം. ഇന്ന് പകൽ ആരാ കരമുയർത്തി എന്ന് പ്രാർത്ഥിക്കുന്നത്? ലോർഡ്, ആമേൻ, യുവർ മേഴ്സി, അങ്ങയുടെ ആ ദയവ്, ആമേൻ, എന്റെ മേലൊന്ന് ചൊരിയപ്പെടണമെന്നാരാ പ്രാർത്ഥിക്കുന്നത്? ആ ദൈവനൊരു പ്രത്യേകതയുണ്ട് അച്ഛാ. ആ ദൈവനൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവന്റെ പ്രത്യേകത എന്നാന്നറിയാമോ അച്ഛാ? ചിതനച്ച, ആ ദൈവം നമ്മളെ ഓർക്കും. That mercy will remember us. എല്ലാരും മറന്നപ്പോഴുവേ ഈ ദൈവം നമ്മളെ ഓർത്തു. എല്ലാവരും മോനെ ജി പിടിച്ചു പോണെ. നോക്കെ, എല്ലാവരും മറന്നപ്പം മെഫീബോശത്ത് പറയുക, God's mercy remembered me. ദൈവത്തിന്റെ ദയ എന്നെ ഓർത്തു. പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഓർത്തൊരു ദയവ്, ദോഷികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഓർത്തൊരു ദയവ്. ആ ദയവ് നമ്മളെ ഓർത്തത് കൊണ്ട് ഇന്ന് നാം ഇതിൻ്റെ നടുവിൽ യോഗ്യരായി വന്നിരിക്കുന്നത്. ഇതിനോട് അടുത്ത് വരുമ്പോൾ ഓർക്കണം, ഈ ദയവ് എന്നെ ഓർത്തു. അച്ഛാ, മുടന്തിപ്പോയ എന്നെ ഈ ദയവ് ഓർത്തു. രണ്ടാമത്തെ പ്രത്യേകത, ഈ ദയവ് നമ്മളെ തേടി വരും. നേരല്ല അച്ഛാ, ഒന്ന് ക്യാപ്സൂളാക്കി പോവാ. This mercy will seek you and will find you. നിന്നെ തേടി വരും. ആരാ തേടി വന്ന നമ്മളെ? ആരും വന്നില്ല. അപ്പം വന്നോ? വന്നില്ല. വല്യപ്പം വന്നോ? വന്നില്ല. പക്ഷെ തേടി വന്നു. പാപത്തിന്റെ പടുകുടിയിൽ ആണ്ടുപോയ നിന്നെ തേടി വന്ന ഈ സ്നേഹം. ലൊദേബാറിൽ ഒതുങ്ങിപ്പോയ മെഫീബോശത്തിനെ, മുടന്തിപ്പോയ മെഫീബോശത്തിനെ തേടി വന്ന ദൈവസ്നേഹം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അവൻ ദൈവത്തോട് ഒന്നിപ്പിക്കാൻ തേടി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. This mercy will find you.
ഈ ദയവ് നിന്നെ തേടി വരും. പ്രാർത്ഥിച്ചോണ്ട് അടുത്ത് വരണം കേട്ടോ, പ്രാർത്ഥിച്ചോണ്ട്. ഒന്ന്, ദിസ് mercy will remember you. രണ്ട്, ദിസ് mercy will find you. ഈ ദയവ് നിന്നെ കണ്ടെത്തും. നമ്മൾ കണ്ടെത്തിയതല്ല ബീച്ച, ഇത് നമ്മെ കണ്ടെത്തിയത്. നമ്മൾ സ്നേഹിച്ചെന്നല്ല കേട്ടോ, അവനാദ്യം നമ്മളെ സ്നേഹിച്ചു. മൂന്നാമത്തെ പ്രത്യേകത എന്നറിയാമോ റോബിൻ ബ്രദർ? ഈ സ്നേഹത്തിൻ്റെ, ഈ ദയവിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്നറിയാമോ മക്കളെ? മെഫിബോശത്ത് ജനിച്ചപ്പോൾ മുതൽ മുടന്തനായവനല്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. മുടന്തിപ്പോയ ചിലതിനോടാ ദൂത് പറയുന്നത്. ബീജ ശ്രദ്ധിച്ചോണം, ഈ ദൂത് ചിലതിനോട് സംസാരിക്കാനുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് വേറേതാണേലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ കാര്യങ്ങൾ പോത്തുള്ളൂ. ജന്മനാ മടന്തനല്ലായിരുന്നു കേട്ടോ ഈ മെഫിബോശത്ത്. പെട്ടെന്നൊരു ദിവസം വീട്ടിലോട്ടൊരു സന്ദേശം വരിക, വല്യപ്പൻ കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ. സന്ദേശം ഇങ്ങനെ ഉൾക്കൊണ്ട് അതിന്റെ വേദനയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അടുത്ത വാർത്ത വരുന്നു, നിന്റെ അപ്പനും യോനാഥാനും കൊല്ലപ്പെട്ടു. തകർച്ചകളുടെ വാർത്തകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞു മോനെ എടുത്തോണ്ടും കൊണ്ട് ഇവനെങ്കിലും ജീവനോടെ ശേഷിക്കട്ടെ എന്ന് കരുതി ജോബിനെ, മോനെ 2 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം പഠിച്ചാൽ, 2 സാമുവേൽ ചാപ്റ്റർ 4 വേഴ്സസ് 4 പഠിച്ചാൽ, അവനെ അവന്റെ ധാത്രി ബന്ധപ്പെട്ടെടുത്തോണ്ട് ഓടുന്നതിൻ്റെ ഇടയിൽ താഴെ വീണ് മുടന്തിപ്പോയി. നോക്ക്, എഴുതിയിരിക്കുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവന്റെ ധാത്രി അവനെ എടുത്തോണ്ടോടി. അവൾ ബന്ധപ്പെട്ടോടുമ്പോൾ വീണ് മുടന്തനായി പോയി. അവന്റെ കാലുകൾ രണ്ടും തറയിൽ വന്നിടിച്ച് and he became a crippled leg man. അവൻ മുടന്തുള്ള കാലുള്ള ഒരു മനുഷ്യനായി അവൻ തീർന്നു. അതിന്റെ അർത്ഥം മക്കളെ ശ്രദ്ധിക്കണേ, ജന്മനാ മുടന്തനായിരുന്നില്ലേ അവൻ, പക്ഷെ എവിടെയോ വീണ് മുടന്തിപ്പോയതാ. അങ്ങനെ മുടന്തിപ്പോയവരും കാണും കേട്ടോ ഇതിനകത്ത്. തുടക്കം നല്ലതായിരുന്നു. അച്ഛാ ശ്രദ്ധിക്കണമേ, കെയർ ടേക്കർ എന്ന മൂലപാദത്തിൽ എഴുതിയിരിക്കുന്ന ധാത്രി എന്ന വേർഡിന് and his nurse took him up. ഇവിടെ നേഴ്സ് എന്ന് എഴുതിയിരിക്കുമ്പോൾ മറ്റൊരു മൂലപദത്തിന്റെ അർത്ഥം കെയർ ടേക്കർ എന്ന്. അതിന്റെ അർത്ഥം അച്ഛാ ഞാൻ ഇച്ചിരി കൂടെ പറയട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് താഴത്തോട്ട് ഇറങ്ങി പറയും. താങ്ങി പിടിക്കേണ്ടുന്നവളുടെ കൈ, കേട്ടില്ല, താങ്ങി പിടിക്കേണ്ടുന്നവരുടെ കയ്യിൽ നിന്ന് ജീവിതം അങ്ങനെ മുടന്തി ആരേലും എന്നെ കേൾക്കുന്നുണ്ടോ? ഭർത്താവ് താങ്ങേണ്ടുന്നവനായിരുന്നു. താങ്ങേണ്ടുന്ന കരങ്ങൾ തന്നെ താഴെയിട്ട് മുടന്തി ആരേലും എന്നെ കേൾക്കുന്നുണ്ടോ? നിന്നോട് ദൂത് പറയാൻ പോന്നെ. ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ ദയവിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് നിന്നോട് പറയാൻ പോന്നെ. ഹല്ലേലൂയ. അച്ഛാ, നമ്മുടെ മക്കളെയൊക്കെ ബത്തപ്പാടിൻ്റെ ഇടയിൽ നമ്മൾ മുടന്തിക്കാറുണ്ട് അച്ഛാ. നിങ്ങൾ കേട്ടോണേ, ഞാനൊരു വാക്ക് അങ്ങനെയും കൂടെ ചേർന്നൊന്ന് പറയാമേ. ഈ പല കുഞ്ഞുങ്ങളും ഇല്ലേ, നമ്മുടെ ഈ പല കുഞ്ഞുങ്ങളും അച്ഛാ, അവര് തനിയെ മുടങ്ങുന്നവരല്ല അച്ഛാ, ബത്തപ്പാടിന്റെ നടുവിൽ മുടങ്ങുന്നവരാ. മോർട്ട്ഗേജ് അടക്കാനുള്ള ബത്തപ്പാടിന്റെ നടുവിൽ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബത്തപ്പാടിന്റെ നടുവിൽ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ബത്തപ്പാടൊക്കെ കുറയ്ക്കുന്നേ. ബത്തപ്പെട്ടില്ലേലും സാരമില്ല ബ്രദറെ, വീട്ടിൽ മുടമ്പുന്ന ഒരു ജനറേഷൻ നമുക്ക് വേണ്ടെന്ന്. നിന്റെ ബത്തപ്പാട് ഇച്ചിരി കുറച്ചിട്ട് വീട്ടിൽ ഓടി നടക്കുന്ന ചില തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, അവൻ കഴിവുള്ള ആരോഗ്യമുള്ള മുടന്താൻ അനുവദിക്കരുത് തലമുറകളെ. നേരം നിന്ന് പറയാൻ എൻ്റെ അകത്തൊരു നിയോഗം ഉണ്ടാവുക. സമയമില്ലല്ലോ. ബത്തപ്പാടിന്റെ ഇടയിൽ തലമുറകളെ മുടന്താൻ വിട്ടുകൊടുക്കരുത്. കൂടണ്ടോ? മുടന്തിപ്പോയ ക്രിപ്പിൾഡ് ലെഗായ മെഫിബോശത്ത്. മക്കളെ, ലോദേബാർ ആ പദവും അമിയേൽ മാഖീർ അതൊക്കെ വിശദീകരിക്കണം. ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം മേച്ചിലില്ലാത്ത ഇടം. ദെബാർ മേച്ചിൽ, ലോ ഇല്ല, ലോദേബാർ മേച്ചിലില്ലാത്ത പച്ചപ്പില്ലാത്ത ഇടത്ത് താമസിക്കുന്ന ആരാ? അവൻ സാധ്യതയുണ്ടെങ്കിൽ അടുത്ത രാജാവാകേണ്ടുന്നവനായിരുന്നു. കൂടെ ഉണ്ടോ നിങ്ങൾ?
ഹല്ലേലൂയ. മുടന്തിപ്പോയി. വീട്ടിലിങ്ങനെ കഴിയുക മക്കളെ. മൂന്നാമത്തെ പ്രത്യേകത പറയാനാ വരുന്നത്. എൻ്റെ സിസ്റ്ററെ, ഞാൻ ആ വീട്ടിലോട്ട് ചെന്നപ്പോഴേ, ഞാൻ എൻ്റെ വെളിപ്പാടിൽ പ്രാർത്ഥനയിൽ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് അച്ഛാ. ഇവനിങ്ങനെ നിരങ്ങി ആ വീട്ടിലിങ്ങനെ നടക്കുക, നിരങ്ങി ഈ മനുഷ്യൻ നിരങ്ങി ഇങ്ങനെ തറയിൽ കൂടെ ഇഴഞ്ഞുകൊണ്ടിരിക്കുക. ഈ കൊട്ടാരത്തിൽ നിന്ന് ടിക് ടിക് ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പം ദേ വന്നേക്കുന്നു കൊട്ടാരത്തിൽ നിന്ന്. ഇവനങ്ങ് ഞെട്ടി. കാര്യം യോഗ്യതയില്ല അങ്ങോട്ട് ചെല്ലാൻ. കാര്യം എന്നാച്ചാ, പുള്ളി ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, യെരൂശലേമിന്റെ പടിവാതിക്കെ കുരുടന്മാരും മടന്തന്മാരും. കണ്ടോ, യോഗ്യത ഉണ്ടായിട്ടല്ല മക്കളെ നമ്മൾ ഇതിനകത്തോട്ട് കയറിയേ. ഈ ദയവ് കൊട്ടാരത്തിൽ നിന്ന് നമ്മെ തേടി വന്ന നിമിത്ത, കഴിവ് പറയാൻ പ്രാപ്തി ഉണ്ടായിട്ടല്ല, കുടുംബ പാരമ്പര്യം നിമിത്തമല്ലെന്ന് ഇതിനോട് അടുത്തു വന്നത്, തേടി വന്ന ദയവ് ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. പറയുക, എടാ നിനക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടെടാ. എങ്ങോട്ടാ അച്ഛാ? കൊട്ടാരത്തിലോട്ടാ. തേടി വന്ന ഓർത്ത കണ്ടെത്തിയ ദൈവം അറിയുക, കൊട്ടാരത്തിലോട്ടൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഉടനെ മെഫീബോശത്ത് പറഞ്ഞു കാണും, ഓക്കെ അല്ലേ? ഉടനെ മെഫീബോശത്ത് പറയാന്നേ, അച്ഛാ എന്റെ കാലൊന്ന് നോക്കിയാ മുടന്നിപ്പോയി, ഞാൻ നിരങ്ങുവാ, എനിക്ക് കഴിവില്ല. ഞാനിപ്പൊ ഇവിടുന്ന് ഉടുപ്പൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാ 2 മാസം എടുക്കും അങ്ങ് യെരൂശലേമിൽ വരാൻ വേണ്ടി. എനിക്ക് നിരങ്ങിയേ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വന്ന ഭൃത്യന്മാരെ മെഫീബോശത്തിനോട് പറയാന്നേ ഈ ദൈവന്റെ മൂന്നാമത്തെ പ്രത്യേകത. എടാ മെഫീബോശത്തെ, നീ ഇനി നിരങ്ങണ്ടടാ, ഞങ്ങൾ നിന്നെ ചുമന്നോളാവുന്നു. നീ ഇനി നിരങ്ങണ്ടെന്ന്. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ വീണ്ടെടുത്തല്ലോ, നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി ആരുമില്ല. ചേർന്ന് പാടേ, നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായി ആരുമില്ല. ചേർന്ന് പാടിക്കുക, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ. കേട്ടെ, this mercy will carry you. ജോബിന്റെ മക്കളെ, ഈ ദയവ് നമ്മളെ ചുമക്കും. മെഫീബോശത്ത് ചോദിക്കുക, എവിടെ വരെ ചുമക്കും ബ്രദർ? അവര് പറയാന്നേ, നീ കൊട്ടാരം എത്തുന്നത് വരെ ഞങ്ങൾ ചുമന്നോളാം. Until you reach the palace. ഭർത്താവ് വഴിയിലിട്ടേച്ച് പോവും മക്കളെ. പിള്ളേര് പിള്ളേരെ ഒന്നും വിശ്വസിക്കല്ലേ അച്ഛാ, വിശ്വസിക്കല്ലേ. അവര് മാനസിക ചിലപ്പം പാതി വഴിയിലിടും. But this mercy will carry you until you reach the eternity. നീ നിത്യത എത്തുന്നത് വരെ. കരമുയർത്തി ആ സ്നേഹത്തിനൊന്ന് നന്ദി പറയാമോ? നീ നിത്യത എത്തുന്നത് വരെ നിന്നെ ചുമക്കാവെന്ന് പറഞ്ഞ സ്നേഹത്തിന് എല്ലാ കരവും ഉയർന്നില്ലല്ലോ മക്കളെ, എല്ലാ കരവും ഉയർന്നില്ലല്ലോ. അതരമൊന്ന് തുറക്ക്, ആ വായൊന്ന് തുറക്ക്. ഇച്ചിരി നേരം പോയാലും കുഴപ്പമില്ല, ആ കണ്ണ് നനയുന്നെങ്കിൽ നനകട്ടെ. നിന്റെ അധരത്തിൽ നിന്ന് ആ സ്തുതി സ്തോത്ര യാഗമെന്ന് ഉയരട്ടെ. ഇന്ന് പകൽ നിന്നെ ചുമക്കാവെന്ന് പറഞ്ഞ സ്നേഹം. This mercy will carry you until you reach eternity. നിത്യത എത്തുന്നത് വരെ നിന്നെ ചുമക്കും. കൊട്ടാരത്തിൽ വന്നു അച്ഛാ, ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. കൊട്ടാരത്തിൽ വന്നു, പിന്നെ എപ്പോഴേലും എൻ്റെ ബാക്കി നിങ്ങളോട് പറയാമേ. കൊട്ടാരത്തിൽ വന്നു, മേശയിലിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മേശയിലിരുന്നു കാണണേ കേൾക്കണേ, മേശയിലിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ബ്രദർ 13-ാമത്തെ വാക്യം, 2 Samuel chapter 9 verses 19. മേശമേലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അടുത്തൊരു വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ്റെ 2 കാലും മുടന്തായിരുന്നെന്ന്. അവൻ്റെ കാലിൻ്റെ മുടന്ന് മാറിയില്ല, പക്ഷെ അവൻ്റെ മുൻപിൽ ഒരു മേശ വെളിപ്പെട്ടു. അവൻ്റെ കാലിൻ്റെ മുടന്ന് മാറിയില്ല, പക്ഷെ അവൻ്റെ മുൻപിൽ ഒരു മേശ വെളിപ്പെട്ടു.
കേൾക്കണേ. പക്ഷെ ഒരു ദൂതി ഞാൻ പറയാം. അച്ഛാ, ആ കൊട്ടാരത്തിൽ വരുന്ന മെഫീബോശത്തിന്റെ കൂടെ പഠിച്ചവരും കൂടെ വളർന്നവരും കൂടെ ഉണ്ടായിരുന്നവരും ആ രാജ്യത്തിലെ സകല മനുഷ്യരും ഈ കൊട്ടാരത്തിൽ വരുമ്പം കാണുന്ന കാഴ്ച മെഫീബോശത്തിരുന്ന് വെട്ടി വിഴുങ്ങി രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ഭക്ഷണം കഴിക്കുന്നതാ. അച്ഛാ, അവന്റെ മുടന്താരും കണ്ടില്ല അച്ഛാ. കാര്യം, മുന്നിൽ വെളിപ്പെട്ട മേശ ഈ മുടന്തിനെ അങ്ങ് മറച്ചു പിടിച്ചു. കൂടെ ഉണ്ടോ? മെഫീബോശത്തെ, നിന്റെ മുൻപിൽ വെളിപ്പെട്ട ദയവിന്റെ മേശയില്ലേ, നിന്റെ മുൻപിൽ വെളിപ്പെട്ട ആ കൃപയുടെ മേശ നിന്റെ മുടന്തിനെ മറച്ചു പിടിച്ചു. കേക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴും പറയാൻ ഒത്തിരി മുടന്തുണ്ട് അച്ഛാ നമുക്ക്, അല്ലേ അച്ഛാ? നമ്മൾ ബലഹീനരല്ലേ? നമ്മൾ ഇതിനൊക്കെ യോഗ്യത ഉള്ളവരാണോ? ബട്ട് ദിസ് ടേബിൾ covered, this mercy covered our all weakness. നമ്മുടെ എല്ലാ ബലഹീനതകളെയും ഈ മേശ കണ്ണുകളെല്ലാം നടച്ചേ, ഈ മേശ മറച്ചു പിടിച്ചു. കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരാൻ താല്പര്യമുള്ളവരെല്ലാം നിയോഗമുണ്ട്. എനിക്ക് വിശുദ്ധിയോടെ പ്രാഗൽഭ്യത്തോടെ ഈ ദയവിനകത്തോട്ട് വരാൻ എനിക്ക് യോഗ്യത ഉണ്ടെന്ന് പറയുന്നവരെന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ കൈമാറുകയാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മെഫീബോശത്ത് പറയും, ദിസ് ടേബിൾ ഈസ് എ ടേബിൾ ഓഫ് എക്സ്പെക്ടേഷൻ. ഇതൊരു പ്രതീക്ഷയുടെ മേശയാണ്. എന്താ മെഫീബോശത്തെ നിന്റെ പ്രതീക്ഷ? മെഫീബോശത്ത് പറയും, എനിക്കൊരു രാജാവുണ്ടെന്നൊരു പ്രതീക്ഷ. എൻ്റെ ചോദ്യം, അച്ഛാ, എൻ്റെ ചോദ്യം, മെഫീബോശത്തെ, നിന്റെ അപ്പൻ രാജാവാണോടാ? അല്ല. നിന്റെ വല്യപ്പൻ ഇപ്പം രാജാവാണോ? അല്ല. പക്ഷേ എനിക്കൊരു പദവി ദൈവം തന്നു. രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്. മഹിമായെ, നമ്മുടെ രാജാവ് വരും, നമ്മുടെ രാജാവ് വരും. കരമുയർത്തിപ്പിടിക്കുക പ്രാഗൽഭ്യമുള്ളവർ, കുറ്റമറ്റ മനസ്സാക്ഷിയോടുകൂടി അടുത്ത് വരാൻ മനസ്സുള്ളവർ കരമുയർത്തിപ്പിടിക്കുക. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ. ഇരു കരങ്ങളും ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച്, ഞാൻ നാട്ടൊലിവ തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. പടേ, ഞാൻ നാട്ടു. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മനസ്സ് തകർന്നുകൊണ്ട് ആ മേശയെ ഓർത്ത്, കൽവരിയുടെ കുലക്കടത്തിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുണ്യാക രക്തത്തെ ഓർത്ത്, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലേ. ഇരു കരങ്ങളും ഉയർത്തി, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും. സഭയുടെ മുഴുവൻ വിശുദ്ധ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. നാം ഒരുമിച്ച് തിരുമേശയിലേക്ക് അടുത്തു വരികയാണ്. ഹൃദയ തകർച്ചയോടെ മനമുരുകി. ആമേൻ. നമ്മുടെ യോഗ്യതകളും അയോഗ്യതകളും എല്ലാം നമുക്ക് നന്നായി അറിയാം. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.